ഇത് പെറ്റതള്ളൊക്കെ അറിയില്ല. ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചെക്കൻ എവിടെയെന്ന് അറിയില്ല. മോനെ തിരിച്ചു വരൂ. ആന വേണോ ആനപ്പിണ്ടം വേണോ എന്നുള്ളൊരു ചോദ്യം അപ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. നരേന്ദ്രമോദി എന്ന് വെച്ചാൽ ഈ രാജ്യത്തിൻ്റെ വികസനം മാത്രം ഉദ്ദേശിച്ച് നടക്കുന്ന നേതാവാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അഴിമതി നടത്താനും അവരുടെ കുടുംബം സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. നരേന്ദ്രമോദിയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ഒക്കെ ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ കാണുന്നത് നരേന്ദ്രമോദിയാണ്. രാഹുൽ ഗാന്ധി ഉയർത്തുന്ന നിലപാടുകൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യമില്ലായ്മയുണ്ട്. എല്ലാവരും അത് അറിഞ്ഞ് കൊടിയുടെ നിറം നോക്കി കൊടുക്കാതെ നമുക്ക് ഉണ്ടായിരിക്കുന്ന ഇങ്ങോട്ടേക്ക് വരുന്ന മാറ്റങ്ങൾ വെച്ചിട്ട് നമ്മൾ അത് എല്ലാവരും വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. നരേന്ദ്രമോദി ഓഫ് കോഴ്സ്. ആന വേണോ ആനപ്പിണ്ടം വേണോ എന്നുള്ളൊരു ചോദ്യം അപ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. സംശയം എന്താ, നരേന്ദ്രമോദി തന്നെ. അതിൽ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടുത്തെ കേരളത്തിലെ കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളും എടുത്തു വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പറയുവാണെങ്കിൽ ഇവിടുത്തെ ഒരു വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ ചെല്ലുക, ഇതൊക്കെ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാകും ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഒരു സ്റ്റാമ്പ്, അങ്ങനെയുള്ള ഒരു സ്റ്റാമ്പ്, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് മനസ്സിലാകും. ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പോൾ അത് പറഞ്ഞു തുടങ്ങി. നരേന്ദ്രമോദി തന്നെ വരിക, ഭരണം വരെ BJP തന്നെ ഭരണത്തിൽ വരിക. ഇനിയിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനും നമ്മുടെ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനും വരണം. എവിടെയും BJP മുന്നിലേക്ക് തന്നെ വരണം, എല്ലായിടം ജയിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയണത്. എല്ലാവരും അത് അറിഞ്ഞ് കൊടിയുടെ നിറം നോക്കി കൊടുക്കാതെ നമുക്ക് ഉണ്ടായിരിക്കുന്ന ഇങ്ങോട്ടേക്ക് വരുന്ന മാറ്റങ്ങൾ വെച്ചിട്ട് നമ്മൾ അത് എല്ലാവരും വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. BJP തന്നെ ഭരണത്തിൽ വരണം, പഞ്ചായത്തിനും എല്ലാവിടവും അത് തന്നെ വരണം. എന്നാലാണ് താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക്, നമ്മുടെ കേരളത്തിലേക്ക്, താഴേക്കിട ജനങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും എത്തുള്ളൂ. നരേന്ദ്രമോദി. ഈ രാജ്യത്ത് നിന്ന് ഏതൊരു പൗരനും നട്ടെല്ലുയർത്തി അന്തസ്സോടെ ഭീതിയില്ലാതെ നാട്ടിൽ നടക്കാമെങ്കിൽ അത് നരേന്ദ്രമോദി ഭരിക്കുന്ന കഴിഞ്ഞ 12 വർഷങ്ങളുടെ ഫലമായി ഈ രാജ്യത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും മറ്റു ക്ഷേമ പദ്ധതികളുടെയൊക്കെ ഫലമായിട്ട് തന്നെയാണ്. രാഹുൽ ഗാന്ധി എവിടെയെന്ന് പെറ്റ തള്ളക്കോലും അറിയില്ല. ഇത് എന്താണ് ഇങ്ങനത്തെ ഒരു നേതാവിനെ ആൾക്കാർ ആരാധിക്കുന്നത് എനിക്കറിയില്ല. എന്ത് ക്വാളിറ്റി ഉണ്ടാകുന്നത് എനിക്കറിയില്ല. കർണാടകയിൽ നടക്കുന്ന സമയത്ത് അല്ല, അദ്ദേഹത്തിന് തന്നെ അറിയില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് ആശയം എവിടെയാണ് എന്താണെന്നുള്ളത്. അദ്ദേഹത്തിന് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയാൽ അമ്മ ഞാൻ ഇന്ന് പോയിട്ട് വൈകുന്നേരം വരില്ല, അല്ലെ ഞാൻ ഇന്ന് സ്ഥലത്ത് പോയാണെന്ന് പറഞ്ഞിട്ടാണ് പോകാറുള്ളത്. ഇത് പെറ്റ തള്ളൊക്കെ അറിയില്ല. ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചെക്കൻ എവിടെയെന്ന് അറിയില്ല. മോനെ തിരിച്ചു വരൂ. തീർച്ചയായും നരേന്ദ്രമോദി തന്നെയാണ്. കാരണം അദ്ദേഹം രാഹുൽ ഗാന്ധി ഉയർത്തുന്ന നിലപാടുകൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യമില്ലായ്മയുണ്ട്. പിന്നെ അതുമാത്രമല്ല, നരേന്ദ്രമോദി ഉയർത്തുന്ന കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ വികസനം, അത് നാളെ എങ്ങനെ ആയിരിക്കണം, ഭാരതം എങ്ങനെ ആയിരിക്കണം എന്നുള്ള ചിന്തയിൽ നിന്നിട്ടാണ് നമ്മുടെ നരേന്ദ്രമോദി ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിന് തുരങ്കം വയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് രാഹുൽ ഗാന്ധി ഇവിടെ കാണിച്ചു കൂട്ടുന്ന ഓരോ വിക്രിയകളും. നരേന്ദ്രമോദി. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പേര് പറയുന്നത്? നരേന്ദ്രമോദി നമ്മുടെ ശക്തനായ ഇന്ത്യ ഭരിക്കുന്ന, എത്രയും നമുക്ക് വിശ്വാസമായിട്ട് ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. ശക്തനായ, അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇഷ്ടം. നരേന്ദ്രമോദി എന്ന് വെച്ചാൽ ഈ രാജ്യത്തിൻ്റെ വികസനം മാത്രം ഉദ്ദേശിച്ച് നടക്കുന്ന നേതാവാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അഴിമതി നടത്താനും അവരുടെ കുടുംബം സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. നരേന്ദ്രമോദി. എന്തുകൊണ്ട്? നരേന്ദ്രമോദി വികസനത്തിൻ്റെ ഒരു നേതാവാണ്. ജനങ്ങളോടുള്ള ആ ഒരു കാഴ്ചപ്പാട്, ജനങ്ങളെ കാണാനുള്ളൊരു ഇത് പുള്ളിക്കുണ്ട്. എല്ലാവരും കാണുമ്പോൾ ആ ഒരു ഇതുണ്ട്. നരേന്ദ്രമോദി. എന്തുകൊണ്ട് നരേന്ദ്രമോദി? വികസനത്തിൻ്റെ നായകൻ, സമൂഹത്തിൽ ജനം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രധാനമന്ത്രി, എല്ലാ ഫണ്ടും നേരിട്ട്, ഒരു അഴിമതിയില്ലാത്ത ഭരണം, ഇതൊക്കെ നരേന്ദ്രമോദിയുടെ കഴിവാണ്. മോദിയാണല്ലോ ലോക ആരാധനായ മോദി തന്നെയാണ് ഇന്ത്യയെ ഭരിക്കാൻ ഏറ്റവും ഉത്തമമായ ആള്. നരേന്ദ്രമോദി. എന്തുകൊണ്ട് നരേന്ദ്രമോദി? നരേന്ദ്രമോദിയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ഒക്കെ ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ കാണുന്നത് നരേന്ദ്രമോദിയാണ്.
നരേന്ദ്രമോദി. എന്തുകൊണ്ട് നരേന്ദ്രമോദി? ഇന്ത്യ ഭരിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രധാനമന്ത്രി എന്നുള്ള